ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപ്പാനിലെ വളരെ പ്രശസ്തമായ ജിങ്കിസ് ഖാനെ ഒന്ന് അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ 4 പേരും ഈ രാത്രിയിൽ ഇങ്ങനെ നടക്കുന്നത്. മംഗോളിയൻ എംപററായ ചെങ്കിസ് ഖാൻ അല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് കടമെടുത്ത് നാമകരണം ചെയ്യപ്പെട്ട ഒരു മാംസാഹാരമാണ് ജിങ്കിസ് ഖാൻ. ജപ്പാനിലെ നീഗാത്ത പ്രിഫെക്ചറിലെ നക്കാജോ എന്ന സ്ഥലത്തെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി റിസർവ് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ. അത്യാവശ്യം പഴക്കം ചെന്ന പരമ്പരാഗത രീതിയിലുള്ള ഒരു ജപ്പാനീസ് കെട്ടിടത്തിനകത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. പുറമേ ഷൂസ് എല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് കയറാൻ. ജപ്പാനീസ് പരമ്പരാഗത രീതിയായ തറയിൽ തത്തമി മാറ്റ് വിരിച്ച് അതിന് മുകളിലിരുന്ന് ചെറിയ ടേബിളിന് മുകളിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്ന രീതിയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ഇതാണ് ജപ്പാനീസ് പിക്കിൾ. നമ്മുടെ നാട്ടിൽ ഉപ്പിലിടുന്നതിനോട് സമാനമാണിത്. എന്നാൽ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ തീർത്തും വ്യത്യസ്തമാണ്. വഴുതന, ക്യാബേജ്, റാഡിഷ്, കുക്കുംബർ, ജപ്പാനീസ് ജിഞ്ചർ എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ടേബിളിന് മുകളിലിരിക്കുന്ന ഗ്രില്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ലാമ്പ് മീറ്റ് ഇതിന് മുകളിലേക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഗ്രിൽ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. 1 വയസ്സിന് താഴെയുള്ള ആടിനെ ലാമ്പ് എന്നും 1 വയസ്സിന് മുകളിലുള്ളതിനെ മട്ടൻ എന്നും വിളിക്കുന്നതിനാൽ ഈ ലാമ്പ് മീറ്റ് 1 വയസ്സിന് താഴെ പ്രായമുള്ള ആടിൻ്റെ മീറ്റാണ്. മംഗോളിയൻ എംപററായിരുന്ന ചെങ്കിസ് ഖാൻ യുദ്ധസമയത്ത് കഴിച്ചിരുന്ന ഭക്ഷണമായതുകൊണ്ടാണ് ഇതിന് ജിങ്കിസ് ഖാൻ എന്ന പേര് കൊടുത്തിരിക്കുന്നതെന്നാണ് ഒരു കഥ. ജപ്പാനിലെ ഹൊക്കൈഡോ ഐലൻഡിലെ സാപ്പറോ എന്ന സ്ഥലത്താണ് ഈ ഒരു ഭക്ഷണ രീതി ആദ്യമായി ജപ്പാനിൽ രൂപം കൊണ്ടത്. അതുവരെ ലാമ്പ് മീറ്റ് അധികം കഴിച്ചു ശീലമില്ലാത്ത ജപ്പാൻകാർ ഈ വിഭവത്തിൻ്റെ വരവോടുകൂടി ലാമ്പ് മീറ്റിനെ വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി. മീറ്റ് ഗ്രിൽ ചെയ്യുന്നതിനിടയിൽ തന്നെ കോഴിമുട്ട ഒരു കുഞ്ഞു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചും നന്നായി ഗ്രിൽ ചെയ്തെടുത്ത ഒരു ലാമ്പ് മീറ്റ് എടുത്ത് നമ്മൾ പൊട്ടിച്ച് നന്നായി പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജിങ്കിസ് ഖാനായി മാറി. ഇനി അതിനെ വായിലേക്കിട്ടൊന്ന് പതുക്കെ ചവച്ചാൽ ലാമ്പിൻ്റെയും പച്ചമുട്ടയുടെയും അതിൽ ചേർത്തിരിക്കുന്ന സോസിൻ്റെയും രുചികളെല്ലാം കൂടിച്ചേർന്നുള്ള ജപ്പാനീസ് രുചിയുടെ ഒരു മായിക ലോകത്തേക്ക് നമ്മുടെ മനസ്സ് പതിയെ അങ്ങ് പോകും. കഴിച്ച ചെങ്കിസ് ഖാനേക്കാളും ഈ നിമിഷത്തെ മനോഹരമാക്കിയത് മറ്റൊരു വ്യക്തിയാണ്. തൻ്റെ 92-ാം വയസ്സിലും ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടു പോകുന്ന, നമ്മളെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു സുന്ദരിയായ ഒരു മുത്തശ്ശി, കൂടെ 2 സഹായികളും.